സുഹൃത്തുക്കളെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കഴിവാണ്, അല്ലാതെ സ്വന്തം കഴിവല്ല, സ്വന്തം അറിവല്ല. സ്വന്തമായി ആർക്കും ഒന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇത് ഞാൻ പറയുമ്പോ ചിലപ്പോ ഏതെങ്കിലും മുജാഹിദിന്റെ മൗലവിമാര് പറയും, അത് പേരോട് ഇപ്പൊ കുറച്ച് മുജാഹിദായിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ പറയും പോലെ പറയാണ് അയാളും എന്ന് ചിലപ്പോ പറഞ്ഞ് സാധാരണക്കാരെ അവർ വഴിതെറ്റിക്കും. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം നമ്മൾ സുന്നികളല്ലാത്തവരിൽ നിന്ന് പഠിക്കരുത്, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം, ഇമാമിയങ്ങളിൽ നിന്ന് പഠിക്കണം. പലപ്പോഴും പുതിയ ആശയങ്ങളിൽ പെട്ടുപോയ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ പുത്തനാശയക്കാരുണ്ട്. പടച്ചവൻ അതിൽ പെട്ടുപോയ സാധാരണക്കാർക്കെല്ലാം കൃത്യമായി സുന്നത്ത് ജമാഅത്ത് പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം, അവരാരും മുജാഹിദുലത്തം പെട്ടുപോയാൽ നരകത്ത് കിടക്കണമെന്ന് വിചാരിച്ചാൽ മുജാഹിദാവോ? ഇല്ല, സ്വർഗത്ത് കിടക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മുജാഹിദാവും. പക്ഷെ പെടുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിക്കണം. ഏതോ കള്ളത്തരീഖത്തുകാര്, വ്യാജത്തരീഖത്തിലെ അവരും ഒരു പുത്തൻവാദികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാ സംഗതികളും, അലി റളിയല്ലാഹു അൻഹു ലോകത്താകെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞ പുത്തൻവാദി പറഞ്ഞില്ലേ. അതുപോലെ തന്നെ മുർജിയത്തിന് വേറൊരു പുത്തൻവാദിയുണ്ട്. അവർ നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, നിങ്ങൾ എന്ത് കളിച്ചാലും കുഴപ്പമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ മതി, വിശ്വാസം ക്ലിയറായാൽ മതി എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. അങ്ങനെ ഒരുപാട് പുത്തൻവാദികളുണ്ട്. അത് പല രൂപത്തിലും രംഗത്ത് വരും. അങ്ങനെയുള്ള കക്ഷികൾ ഇതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവർ ചിലപ്പോ ആളുകളെ പറ്റിക്കാൻ വേണ്ടി മൗലിദ് ഓതും, ചിലപ്പോ അവർ റാത്തീബ് ചൊല്ലും. ആളുകൾ വിചാരിക്കുന്നത് സുന്നിയാണ്, അങ്ങനെ വിചാരിക്കരുത്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് നമ്മളെ ഇമാമിയങ്ങൾ പഠിപ്പിച്ച കൃത്യമായ വിശ്വാസം, സഹാബത്ത് പഠിപ്പിച്ച വിശ്വാസം, അത് ഉൾക്കൊള്ളുന്നവരാണ് സുന്നികൾ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം പല ആളുകളും പറയുന്നുണ്ട്, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മനസ്സിലുള്ളത് നോക്കി പറയാനുള്ള കഴിവുണ്ട്, അല്ലാഹു കൊടുക്കുന്ന കഴിവാണ്. അപ്പൊ അബൂബക്കർ ഇബ്നുൽ ഇമാദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ഇത് ഞാൻ പറയുന്നതല്ല, ലോകത്ത് എല്ലാ പുത്തൻവാദികളും ഒരുപോലെ ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനും കൂടിയായ, എല്ലാ മുജാഹിദിന്റെ പുസ്തകത്തിലും അടിക്കടി ഉദ്ധരിക്കുന്ന ഗ്രന്ഥമായ സീറു അലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ ഹാഫിദ് ദഹബി പറഞ്ഞതാ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം. ഇബ്നു ഇമാദുൽ ഹംബലി അദ്ദേഹത്തിന് തോന്നി, ഞാൻ എൻ്റെ മനസ്സിലുള്ള സംശയവുമായി ആ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ സദസ്സിൽ പോയാൽ അത് നോക്കിയിട്ട് അദ്ദേഹം മറുപടി പറയുമെന്ന് നോക്കാം എന്ന നിലക്ക് പോയി. സംശയം എന്താണ്? സുന്നത്ത് ജമാഅത്ത് നമ്മുടെ മുൻഗാമികളായ ആളുകളും സഹാബികളും പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് അതിനെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്, അതാണോ ശരിയായ വിശ്വാസം എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? അങ്ങനെ പോയി സദസ്സ് പോയിരുന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇത്തിഖാദുസ് സലഫി വസ്സഹാബ, നമ്മളെ വിശ്വാസം ശരിയായ വിശ്വാസം സഹാബികളെ വിശ്വാസമാണ്, മുൻഗാമികളെ വിശ്വാസമാണ്. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാമല്ലോ സഹാബത്തിന്റെ വിശ്വാസം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്തൊരു രോഗം. എന്താണ് രോഗം? മറദിയുടെ രോഗമാണ്. എന്ത് കേട്ടാലും മറന്നുപോകുന്ന ഒരു രോഗം. ആ രോഗശമനത്തിന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടുകയാണ്, ഇസ്തിഗാഥ ചെയ്യുകയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് നന്നായി മഹാനവർകൾക്കറിയാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുമുണ്ട്. അതിൻ്റെ പുറമേ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ വേണ്ടി നബിതങ്ങളോട് തേടുകയാണ്. സുബ്ഹാനല്ലാഹ്, നബിതങ്ങളോട് വന്ന് വേവലാതിപ്പെടുന്നു.
ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വേവലാതി കേട്ടപ്പോൾ, നിങ്ങൾക്ക് മറതി ഉണ്ടെങ്കിൽ ആ വേവലാതി അള്ളാഹിനോട് പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട എന്ന് പറയുന്നില്ല. കാരണം അല്ലാഹുവിൻ്റെ റസൂലല്ലേ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ എന്താ ചെയ്യുന്നത്? പരിഹാരമുണ്ടാക്കി കൊടുക്കുകയാണ്. എങ്ങനെയാണ് പരിഹാരമുണ്ടാക്കുന്നത്? പരിഹാരമുണ്ടാക്കുന്ന രൂപം എന്താണ്? നബിതങ്ങൾ രണ്ട് കൈയും ഒന്നായി പിടിച്ചിട്ട് വായുവിൽ നിന്നെന്തോ വാരുന്നത് പോലെ ചെയ്യുന്നു. അതിനു മുമ്പ് അബൂ ഹുറൈറ തങ്ങളോട് പറയുന്നു, നിങ്ങളെ തട്ടം നിലത്ത് വിരിക്കണം. എന്നിട്ട് വായുവിൽ നിന്നെന്തോ വാരിയെടുക്കും പോലെ അവിടുന്ന് കാണിക്കുന്നു. എന്നിട്ട് ആ തട്ടത്തിലേക്ക് എന്തോ ഇടും പോലെ കാണിക്കുന്നു. കാഴ്ചയിലൊന്നും കാണാനില്ല. എന്നിട്ട് നബിതങ്ങൾ പറയാണ്, അതേ ആ മേത്തട്ടം നിങ്ങളെ നെഞ്ചിലേക്ക് കൂട്ടിവെച്ചോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ യുക്തിപരമായി ചിന്തിച്ചിട്ടില്ല, അഥവാ യുക്തിവാദം ഉന്നയിച്ചിട്ടില്ല. ഞാൻ ആ പിരിച്ച തട്ടം തന്നെയല്ലേ, അതിലൊന്നും വാരിയിടുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, അതിപ്പോ നെഞ്ഞത്ത് കൂട്ടി വെച്ചിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കാതെ നബിതങ്ങൾ പറഞ്ഞതുപോലെ ആ തട്ടമെടുത്ത് നെഞ്ഞിലേക്ക് കൂട്ടിവെക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഫമാ നസീതു ശൈഅൻ മിൻ ഖൗലി റസൂലില്ലാഹി, പിന്നെ റസൂലുള്ളാഹിന്റെ ഒരൊറ്റ വാക്കും ഞാൻ മറന്നുപോയിട്ടില്ല. പ്രശ്നപരിഹാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിക്കുക എന്നത് സഹാബത്തിന്റെ പതിവാണ്. ആ പതിവനുസരിച്ച് നബി തങ്ങൾ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുകയാണ്. മുഅ്ജിസത്ത് മുഖേനയാണ്. സുഹൃത്തുക്കളെ, മുഅ്ജിസത്ത് മുഖേനയും കറാമത്ത് മുഖേനയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. എങ്ങനെ പരിഹരിച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ അതിന് ചില നിമിത്തങ്ങളായി അല്ലാഹു പലരെയും വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, വേറെ ഒരാൾ നബിതങ്ങളെ സമീപിക്കുന്നത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലെന്ന് പറഞ്ഞിട്ടാണ്. നബിതങ്ങൾ പറയുന്നു, നന്നായി ഒളു എടുത്തോ, എന്നിട്ട് 2 റകഅത്ത് നിസ്കരിച്ചോ, എന്നിട്ട് നീ ഇങ്ങനെ അങ്ങ് ചൊല്ലിക്കോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ദിയ ലി ഔ ലിതുഖദാ ലി അല്ലാഹുമ്മ ഫശഫിഹു ഫിയ. എന്താണ് ചൊല്ലാൻ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി അല്ലാഹുവോട് ചോദിക്കാനാ പറയുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ നബിയായ ഈ മുഹമ്മദ് നബിയെ ഇടയാളനാക്കി നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാഹ്. ഇത് തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള ദുആയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിന്റെ ശേഷം എന്താ വേണ്ടത്? റസൂലുള്ളാഹിനെ നേരിൽ വിളിച്ച് സഹായം തേടാനാ പറയുന്നത്. യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി, എൻ്റെ ഈ കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി, ലിതഖ്ദിയ ലി, തങ്ങൾ എനിക്കത് നിർവഹിച്ചു തരാൻ വേണ്ടി, അല്ലെങ്കിൽ നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഓ നബിയെ ഞാൻ തങ്ങളെ മുൻനിർത്തി എൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. തങ്ങളത് നിറവേറ്റിത്തരണേ നബിയേ. അല്ലാഹുമ്മ ഫശഫിഹു ഫിയ, അല്ലാഹുവേ നബി തങ്ങളോട് ഞാൻ റെക്കമെൻഡിന് പറഞ്ഞിട്ടുണ്ട്, നീ അത് സ്വീകരിക്കണേ. ഈ അർത്ഥം വരുന്ന ദുആ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അദ്ദേഹം അതുപോലെ പ്രവർത്തിക്കുന്നു. കണ്ണിന് കാഴ്ച കിട്ടുന്നു. ഈ ഹദീസ് ഇമാം തിർമിദി മുതൽ ഇബ്നു മാജ മുതൽ സുബ്ഹാനല്ലാഹ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദിലടക്കം റിപ്പോർട്ട് ചെയ്തിട്ട് ആ ഹദീസ് സഹീഹാണെന്ന് പറയാത്ത ഒരു പണ്ഡിതനുമില്ലെന്ന് മാത്രമല്ല, സർവ മുജാഹിദും സലഫിയും ഒരുപോലെ വിശ്വസിക്കുന്ന അൽബാനി, നാസിറുദ്ദീൻ അൽ അൽബാനി, അദ്ദേഹം അടക്കം ഈ ഹദീസ് സഹീഹാണെന്ന് പറയുന്നു. ആകയാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് വിശ്വസിക്കുന്ന വിശ്വാസം അത് തവസ്സുൽ
തവസ്സുലിലുള്ള വിശ്വാസമാണ്, ഇസ്തിഗാഥയിലുള്ള വിശ്വാസമാണ്, നബിതങ്ങളെ ബറക്കത്തിലുള്ള വിശ്വാസമാണ്, നബിതങ്ങളോട് തേടുന്നത് പുണ്യമാണെന്ന വിശ്വാസമാണ്. അതുകൊണ്ടല്ലേ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഇൽം നീ ഉറപ്പിച്ച് മനസ്സിലാക്കണം, അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാഥതു വത്തശഫു ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കുന്നതും നബിതങ്ങളെ കൊണ്ട് ശഫാഅത്ത് തേടുന്നതും നബിതങ്ങളോട് സഹായം ചോദിക്കുന്നതുമൊക്കെ അനുവദനീയവും പുണ്യവുമാണെന്ന് നീ മനസ്സിലുറപ്പിക്കണേ എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയാൻ കാരണം മഹാന്മാരായ സഹാബത്തിന്റെ മുൻഗാമികളുടെ വിശ്വാസം, ആ വിശ്വാസമാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനുമുള്ളത്. അതാണ് അവിടുന്ന് പറയുന്നത്. അവിടുന്ന് തന്നെ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ചെന്ന് റൗളാ ശരീഫിന്റെ അടുക്കൽ ചെന്ന് വിളിച്ചു തേടാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ സുഹൃത്തുക്കളെ. ആ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ സദസ്സിലേക്ക് വന്ന അബൂബക്കർ ഇബ്നുൽ ഇമാദിന്റെ മനസ്സിലുള്ള സംശയം നോക്കി മറുപടി പറയാണ്, അതേ സഹാബത്തിന്റെയും മുൻഗാമികളെയും വിശ്വാസമാണ് നമ്മളെ വിശ്വാസം, അതാണ് ശരിയായ വിശ്വാസം. അപ്പോൾ അബൂബക്കർ ഇബ്നുൽ ഇമാദ് പറയാണ്, എന്റെ മനസ്സിൽ തോന്നി. വഅദ് പറയും ഉസ്താദ് അങ്ങനെയൊക്കെ പറയൂലേ, അത് എന്റെ മനസ്സിലുള്ളത് നോക്കിയിട്ട് പറഞ്ഞാൽ എന്ത് തെളിവാള്. അപ്പൊ പിന്നെ രണ്ടാമതും പറയാണ്, അതെന്റെ മുഖത്ത് നോക്കിയിട്ടാ പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നി വഅദ് പറയുന്ന ഉസ്താദ് ആരെങ്കിലും ആരുടെ മുഖത്തങ്ങ് നോക്കിപ്പോകൂലേ, അതെന്റെ മുഖത്തായി പോയതാകും. അപ്പൊ പിന്നെ എന്നെ വിളിക്കുകയാണ്, യാ അബൂബക്കർ, അബൂബക്കറേ നമ്മളെ വിശ്വാസം മുൻഗാമികളെ സഹാബത്തിന്റെ വിശ്വാസമാണ്. എഴുന്നേറ്റ് നിൽക്കൂ അബൂബക്കറെ, ഇൻസരിഫ് ഇലാ ബൈതിക, എന്റെ വീട്ടിലേക്ക് പോയിക്കോ. അത് ജാ അബൂക, ബാപ്പ കുറെ കാലായില്ലേ പോയിട്ട്, ബാപ്പ വന്നിട്ടുണ്ട്, ചെന്ന് നോക്ക്. ഞാൻ ചെന്ന് നോക്കുമ്പോ ബാപ്പ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കഴിവാണ്, അല്ലാതെ സ്വന്തം കഴിവല്ല, സ്വന്തം അറിവല്ല. സ്വന്തമായി ആർക്കും ഒന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇത് ഞാൻ പറയുമ്പോ ചിലപ്പോ ഏതെങ്കിലും മുജാഹിദിന്റെ മൗലവിമാര് പറയും, അത് പേരോടിപ്പോ കുറച്ച് മുജാഹിദായിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ പറയും പോലെ പറയാണ് അയാളും എന്ന് ചിലപ്പോ പറഞ്ഞ് സാധാരണക്കാരെ അവർ വഴിതെറ്റിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ശൈഖുന നെല്ലിക്കുത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ടവരുടെ ക്ലാസ്സിൽ 3 വർഷത്തോളം പങ്കെടുത്തവനാണ് ഞാൻ. അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുത്തു. അത് മർക്കസു സഖാഫത്തി സുന്നിയിൽ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും അവർക്കും നമുക്കും സർവ്വ പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. ഉസ്താദ് അവറുകൾ ഞങ്ങൾക്ക് ദർസ് നടത്താൻ വേണ്ടി തന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ആദരവോടെ അവിടെ നിർത്തി ശൈഖുൽ ഹദീസ് എന്ന പേരും കൊടുത്ത് ഞങ്ങൾക്ക് ഹദീസ് ദർസ് നടത്തി തന്ന നെല്ലിക്കുത്ത് ഉസ്താദ് അവറുകൾ, മഹാനായ സുൽത്താനുൽ ഉലമ. ഒരു ദിവസം വാദം കഴിഞ്ഞ് പോകുമ്പോ, കല്ലിക്കണ്ടിയിൽ നിന്ന് വാദം കഴിഞ്ഞ് പോകുമ്പോ, ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിലെ മുതഅല്ലിമായിരുന്നു. എന്നോട് പറഞ്ഞു, ഇനി മർക്കസിലേക്ക് വന്നോളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഉസ്താദ് ഇങ്ങനെ നാടൊട്ടാകെ കറങ്ങല്ലേ, അവിടെ ഉസ്താദിന്റെ ക്ലാസ് കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ എത്ര വലിയ ആളോടും നമുക്ക് ചോദിക്കാനുള്ള ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതോടെ ചോദിക്കണമെന്നല്ലേ ഉള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ക്ലാസ്സിനുണ്ടാകും. അതിന്റെ പുറമെ അവിടെ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് ഉണ്ട്, അബ്ദുള്ള മുസ്ലിയാരുണ്ട്, എന്റെ ഉസ്താദും കൂടിയായി ഇബിച്ചാലി ഉസ്താദ് ഉണ്ട്, അങ്ങനെ വലിയ വലിയ ആലിമ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മർക്കസിലേക്ക് പോയത്. സുഹൃത്തുക്കളെ, നെല്ലിക്കുത്ത് ഉസ്താദ് അവറുകൾ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ രേഖപ്പെടുത്തിയതായി ഞാൻ പുസ്തകത്തിലെ വാചകം വായിച്ചു കേൾപ്പിക്കാം. അല്ലാഹുവിന്റെ അറിവും ഉദ്ദേശവും അനുമതിയും കൂടാതെ മറ്റാർക്കും ഭൗതികമോ അഭൗതികമോ സാധാരണമോ അസാധാരണമോ ആയ യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നതല്ല. മറ്റൊരു ശക്തിക്കും
അവന്റെ മേൽ ആക്രമണം നടത്താനോ സമ്മർദ്ദം ചെലുത്തുവാനോ സാധ്യമല്ല. യാതൊന്നിനും അവൻ കഴിവുകൾ വിട്ടുകൊടുക്കുകയോ അഡ്വാൻസായി തീരെഴുതി കൊടുക്കുകയോ ചെയ്തിട്ടുമില്ല. അല്ലാഹു തആല കഴിവൊക്കെ വിട്ടുകൊടുത്ത് തീരെ എഴുതി കൊടുത്ത്. അങ്ങനെയാണിപ്പോ ഏതോ ഒരു ചങ്ങാതി പറഞ്ഞു, നമ്മളടുത്ത് എനിക്ക് ഫോൺ കൊടുത്താൽ പിന്നെ അവന്റെ ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യലല്ലേ, അതുപോലെ അള്ളാഹു അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഔലിയാക്കൾക്ക് ഇതൊക്കെ പ്രസംഗിക്കുന്ന വ്യാജ ത്വരീഖത്തുകാരുണ്ട്. അതൊന്നും സുന്നത്തി ജമാഅത്താണെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കരുത്. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു തആല അവന്റെ കഴിവുകൾ അത് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ അഡ്വാൻസായി തീരെ എഴുതി കൊടുക്കുകയോ ചെയ്തിട്ടുമില്ല. ഇതാണ് അള്ളാഹുവിന് മാത്രമാണ് സ്വയം അസ്തിത്വവും കഴിവുകളും ഉള്ളതെന്നും സൃഷ്ടികൾക്ക് അതില്ലെന്നും പറയുന്നതിന്റെ വിവക്ഷ. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, മറ്റാരെയും ആരാധിച്ചുകൂടാ. ഇത് തന്നെയാണ് തൗഹീദിന്റെ വിവക്ഷയും സുന്നികളുടെ വിശ്വാസവും, മറിച്ചല്ല എന്ന് ഉസ്താദ് അവറുകൾ എത്രയോ ദശക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ എഴുതിയതായി നമുക്ക് കാണാം. ഞാനിത് പറഞ്ഞു വന്നത്, ഇത് പേരോട് ഇപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ കൂടി അങ്ങനെ ഒരു മൗലവി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. എന്നിട്ട് അയാൾ ഇങ്ങനെ പറയാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശ്വസിപ്പിക്കുന്നത് അല്ലാഹു മാത്രമാണ് സട്ടാവ്, അവൻ മാത്രമാണ് സർവസ്വവും നിയന്ത്രിക്കുന്നവൻ. അതിനർത്ഥം നമ്മളെ വണ്ടി നിയന്ത്രിക്കുന്ന ഡ്രൈവർ ഉണ്ട് എന്ന് പറഞ്ഞുകൂടാന്നല്ല. അതുപോലെ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾക്കോ മലക്കുകൾക്കോ നിയന്ത്രണങ്ങളൊന്നും ഇല്ല എന്നുമല്ല. അതൊക്കെ അല്ലാഹു തആല കൊടുക്കുന്ന നിയന്ത്രണങ്ങൾ. അത് ഞാൻ പറയണോ? അൽമനാറിൽ മുജാഹിദീങ്ങൾ എന്നെ എഴുതി വെച്ചതറിയോ? അൽമനാർ അവരുടെ മുഖപത്രത്തിൽ 2008 സെപ്റ്റംബറിലെ അൽമനാർ നോക്ക് നിങ്ങൾ. അതിലെന്തെല്ലാം തെറ്റുകളുണ്ട്, അബദ്ധങ്ങളുണ്ട്. കൂട്ടത്തില് അവരെഴുതി വെച്ച ചില സംഗതികൾ ഞാൻ വായിക്കാം. ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതിലെഴുതി എന്തറിയോ? ചുരുക്കത്തിൽ ആകാശങ്ങളിലെയും ഭൂമിയിലെയും എല്ലാ ചലനങ്ങളും മലക്കുകളിൽ നിന്നുണ്ടാകുന്നവയാണ്. എല്ലാ ചലനവും മലക്കുകൾ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളെ കിതാബിലുള്ള എങ്ങനെ അറിയോ? ഏതൊരു രേഖപ്പെടുത്തിയത് കാണാം. ഏതൊരു ചലനവും ഏതൊരടക്കവും ഏത് മലക്കാകട്ടെ മനുഷ്യനാകട്ടെ ജിന്നാകട്ടെ ഏത് സൃഷ്ടിയാകട്ടെ ഇല്ലാ ബിഇറാദതിഹി വമശിയതിഹി, പടച്ചവന്റെ ഉദ്ദേശപ്രകാരവും അവന്റെ തീരുമാനപ്രകാരവും അല്ലാതെ ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ അണുവിന് തന്നെ ചലിക്കാനോ അടങ്ങാനോ സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്. ഇനിയോ നിങ്ങൾ നോക്കൂ, ഭൗതിക ലോകത്ത് ജനങ്ങൾക്ക് ഭക്ഷണമുണ്ടാകുന്നതിനാവശ്യമായ മഴയുടെയും സസ്യലതാദികളുടെയും ചുമതലക്കാരനാണ് മീകായിൽ. അദ്ദേഹത്തെ ഈ കൃത്യനിർവഹണത്തിൽ സഹായിക്കാൻ വേറെയും മലക്കുകളുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രകാരം അവർ കാറ്റുകളെയും കാർമേഘങ്ങളെയും തെളിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം മലക്കുകൾ, മീകായിലിന് പല നിയന്ത്രണങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അതാ അവര് തന്നെ എഴുതിയ ഒരു സംഭവം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ മലക്ക് വിളിച്ചു, സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നിങ്ങളുടെ ജനതയുടെ വാക്കുകൾ അള്ളാഹു കേട്ടിരിക്കുന്നു. ഞാൻ മലക്കുൽ ജിബാലാണ്. നിങ്ങളുമായി കൂടിയാലോചിക്കാൻ അള്ളാഹു എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അള്ളാഹു തആല മലക്കിനെ പറഞ്ഞേച്ച് റസൂലുള്ളാഹിനോട് കൂടിയാലോചിക്കാൻ. എന്തിന്? കേട്ടോളി. നിങ്ങൾ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ മക്കയിലെ അഖ്സബൈനി എന്ന ഈ 2 മലകൾ അവർക്ക് മീതെ ഞാൻ പൊക്കിയിടാം. അല്ലാഹു തആല മലക്കിനെ പറഞ്ഞിരിക്കുന്നു. എന്തിന്? റസൂലുള്ളാഹിനോട് ചോദിക്കാൻ, കൂടിയാലോചിക്കാൻ. റസൂലുള്ളാഹി പറയുകയാണെങ്കിൽ ചെയ്തോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളുടെ തീരുമാനപ്രകാരം ചെയ്തോ എന്ന് പറയാൻ വേണ്ടി അല്ലാഹു തആല എന്നെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ മക്ക
മക്കയിലെ അഖ്സബൈനി എന്ന ഈ 2 മലകൾ അവർക്ക് മീതെ ഞാൻ പൊക്കിയിടാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏകനായ അല്ലാഹുവിനെ ആരാധിക്കുന്ന അവനിൽ പങ്കുചേർക്കാത്ത ആളുകൾ അവരുടെ മുതുകളിൽ നിന്ന് പിൽക്കാലത്തുണ്ടാകുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുസ്ലിം 1795, ബുഖാരി 3231 നമ്പർ. അപ്പൊ നിങ്ങൾ കണ്ടോ, മലക്കുകൾക്ക് അല്ലാഹു തആല ചില അധികാരം കൊടുക്കുന്നു. ആ മലക്കിനോട് റസൂലുള്ളാഹിനോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറയും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞാൽ ചെയ്യാൻ പറയുന്നു. ഈ രൂപത്തിൽ മലക്കുകൾക്കും അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ അല്ലാഹു തആല പല അധികാരങ്ങളും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതാ അൽമനാറിൽ വൽ മുദബ്ബിറാത്തി അംറാ എന്ന് പറയുന്ന ആയത്തിന് അർത്ഥം വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നല്ലവണ്ണം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവയെ കൊണ്ടും സത്യം, നല്ലവണ്ണം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവയെ കൊണ്ടും സത്യം. അതായത് മലക്കുകളാണ് നല്ലവണ്ണം കാര്യം നിയന്ത്രിക്കുന്നത് എന്ന് അൽമനാറിൽ അവർ അർത്ഥം പറയുകയാണ്. വൽ മുദബ്ബിറാത്തി അംറാ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച, അതേ മുജാഹിദിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരു മൗലവിയുണ്ട്, KP മുഹമ്മദ് ബിൻ അഹ്മദ് മൗലവി. ആ മൗലവി ഒട്ടാകെ പരിശോധിച്ച് തെറ്റ് തിരുത്തിയിട്ട് ഇറക്കിയതാണെന്ന് പറയുന്നൊരു ഖുർആൻ പരിഭാഷ പല അലമാരകളിലും സൗദി ഗവൺമെന്റിന്റെ ചെലവിൽ കൊണ്ടുവന്ന് വെച്ചത് കാണാം. ആ ഖുർആൻ പരിഭാഷ എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മദനിയും പരിഭാഷപ്പെടുത്തുകയും അതിന്റെ ആമുഖാണ് വായിക്കുന്നത്. കേരള നദുവത്തുൽ മുജാഹിദീൻ ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് ബിൻ അഹ്മദ് മൗലവി തിരുത്തൽ നടത്തുകയും പ്രിന്റിംഗ് പ്രസിന് വേണ്ടി ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് അസ്റഫ് അലി പരിശോധന നടത്തുകയും ചെയ്ത വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ മലയാള പരിഭാഷ മലിക് ഫഹദ് ഖുർആൻ പ്രിന്റിംഗ് പ്രസ് കോംപ്ലക്സ് മാന്യവായനക്കാരന് മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ തിരുത്തലും കഴിഞ്ഞിട്ടുള്ള ഖുർആൻ പരിഭാഷ. ആ പരിഭാഷയിൽ പരിശുദ്ധ ഖുർആനിലെ ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന ആയത്തിനർത്ഥം പറയുന്നു, കാര്യം നിയന്ത്രിക്കുന്നവയും തന്നെയാണ് സത്യം. അപ്പൊ കാര്യം നിയന്ത്രിക്കുന്ന കുറെ സൃഷ്ടികളുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നതായി മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ പറയുന്നു, അൽമനാർ പറയുന്നു. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ അതാ പുസ്തകം ഇസ്ലാം മതം എന്ന പുസ്തകം, അതിൽ മൗദൂദി സാഹിബും അതേ കാര്യം തന്നെ വേറൊരു ഭാഷയിൽ പറയുന്നു. എന്താ പറയുന്നത്? ദൈവകൽപ്പനകളിൽ നിന്ന് അണുതൂക്കം വ്യതിചലിക്കുവാൻ അവർക്ക് കഴിവില്ല. മലക്കുകളെ പറ്റി പറയാണ്, അവർ മുഖേനയാണ് ദൈവം പ്രപഞ്ചമാകുന്ന തന്റെ ഭരണകൂടം നിയന്ത്രിക്കുന്നത്. മലക്കുകൾ മുഖേനയാണ് ദൈവം പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്. എന്നാ പറയട്ടെ, അതൊന്നും യഥാർത്ഥ നിയന്ത്രണമല്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള ചില ബാഹ്യമായ ഭാഷാപരമായ നിയന്ത്രണങ്ങൾ മലക്കുകൾക്കുണ്ടെങ്കിലും അമ്പിയാക്കൾക്കുണ്ടെങ്കിലും ഔലിയാക്കൾക്കുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥ നിയന്ത്രണമല്ല. യഥാർത്ഥ നിയന്ത്രണം, പരിപൂർണ നിയന്ത്രണം, നിയന്ത്രിക്കുന്നവരെയും കൂടി നിയന്ത്രിക്കുന്ന നിയന്ത്രണം, അതാണ് മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ജല്ല അനി സബീഹി വന്നദീരി എന്ന് ഇബ്നു റസലാൻ റളിയല്ലാഹു അൻഹു ചൊല്ലിയത്. അത് തന്നെയാണ് മുദബ്ബിറുൽ ഹാദിസാത്ത്, സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവനാണ് റബ്ബ് എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹിയയുടെ ആദ്യ ഭാഗത്ത് തന്നെ ഖവായിദുൽ ഖായിദിൽ പറഞ്ഞത്. അത് തന്നെയാണ് ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ അൻവാറുൽ ഖുദ്സിയ എന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. അത് തന്നെയാണ് ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും പറഞ്ഞത്. ആകയാൽ എന്റെ നിയന്ത്രണം തന്നെ എനിക്കല്ല, എന്റെ റബ്ബിനാണെന്ന് വിശ്വസിക്കുന്നവനാണ് സുന്നി. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ എവിടെ ശിർക്ക് വരാനാണ്? എവിടെ കുഴപ്പം വരാനാണ്? ആ അല്ലാഹു ജല്ല ജലാലുഹു ഖാലിഖു കുല്ലി ശൈ